നമസ്കാരം. നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. അടുത്ത 20 വർഷവും NDA തന്നെ രാജ്യം ഭരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ ഭരണഘടനാ വിരോധികൾ കോൺഗ്രസുകാരാണ്. 10 വർഷത്തെ ഭരണം തുടക്കം മാത്രമായിരുന്നു. വരുന്ന 5 വർഷം കൊണ്ട് രാജ്യത്തിനു നിന്നും ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കും. രാഷ്ട്രപതിയുടെ നയപ്രസംഗത്തിന് രാജ്യസഭയിൽ നന്ദി പറയുകയായിരുന്നു നരേന്ദ്രമോദി. തിരഞ്ഞെടുപ്പ് ഫലം വന്നതു മുതൽ മുന്നിലാണ് സർക്കാർ എന്നതാണ് രാഹുൽ നിരന്തരം പറയുന്നത്. സത്യമാണ്. 10 വർഷം മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇനിയും 20 വർഷം കൂടി ഞങ്ങൾ ഉണ്ടാകും. 10 വർഷത്തെ ഭരണത്തിന് ശേഷവും 3ാം വട്ടം ഒരു സർക്കാരിന് രാജ്യത്തെ ജനങ്ങൾ പിന്തുണ നൽകുന്നത് 60 വർഷത്തിനു ശേഷമാണെന്ന് ഓർക്കണം. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച വികസിത ഭാരതം, ആത്മനിർഭർ ഭാരതം എന്നിവയുടെ പ്രാധാന്യം രാജ്യം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ NDA സർക്കാരിന് ജനങ്ങൾ നൽകിയ പിന്തുണയെ അവഗണിക്കാനാണ് ഇത്തവണയും തോറ്റവർ ശ്രമിക്കുന്നത്. UPA കാലത്ത് പ്രധാനമന്ത്രി പദത്തെ നോക്കുകുത്തിയാക്കി ദേശീയത ഉപദേശക കൗൺസിൽ എന്ന ഉന്നത സമിതി ഉണ്ടാക്കി സോണിയ രാജ്യം ഭരിച്ചത് ഏതു ഭരണഘടന പ്രകാരമാണെന്ന് മോദി ചോദിച്ചു. പ്രധാനമന്ത്രി പദത്തെ നിങ്ങൾ അപമാനിച്ചു. പ്രോട്ടോകോളുകളിൽ ഒരു കുടുംബത്തിന് മാത്രം പ്രാധാന്യം നൽകിയത് ഏതു ഭരണഘടന പ്രകാരമാണ്? ഇന്ത്യ എന്ന് പറഞ്ഞ് ജീവിച്ചവർക്ക് എന്നാണ് ഭരണഘടനയോട് ബഹുമാനമുണ്ടായത്? ഭരണഘടനയുടെ ശത്രുക്കളാണ് കോൺഗ്രസുകാർ. അടിയന്തരാവസ്ഥ പഴയ കാര്യമല്ല എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. പഴയതാണെങ്കിൽ നടന്നത് പറയാൻ പാടില്ലെന്നാണോ എന്നും മോദി ചോദിച്ചു. കേരള മുഖ്യമന്ത്രിയെ ജയിലിലടയ്ക്കൂ എന്ന് ദേശീയ അന്വേഷണ ഏജൻസികളോട് പറയുന്നത് കോൺഗ്രസ് ആണ്. ഡൽഹി മദ്യനയ അഴിമതിയിലും ഇതേ ഏജൻസികളാണ് കോൺഗ്രസ് നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയത്. യഥാർത്ഥത്തിൽ രാജ്യത്ത് അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിച്ച ചരിത്രം കോൺഗ്രസിന്റേതാണ്. 2013 കോൺഗ്രസ് പ്രതിപക്ഷത്തെ ഉപദ്രവിക്കുന്നു എന്ന പരാതിപ്പെട്ടത് മൂലം സിംഗ് യാദവ് ആണ്. 2019 കോൺഗ്രസ് പ്രതിപക്ഷത്തിനെതിരെ CBI ഉപയോഗിക്കുന്നതെന്ന് ആരോപിച്ചതും പ്രകാശ് കരാട്ടാണ്. അഴിമതിക്കെതിരായ പോരാട്ടം എന്റെ ദൗത്യമാണ്. രാഷ്ട്രീയ നേട്ടത്തിനായല്ല ഞാൻ അത് ചെയ്യുന്നത്. അഴിമതിക്കാർക്കെതിരെ ഏജൻസികൾ പ്രവർത്തിക്കും. അഴിമതിക്കാർക്ക് നിയമപരമായ ശിക്ഷയും നൽകും. ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നന്ദി പ്രമേയ ചർച്ച പൂർത്തിയാക്കി രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് ഇന്നലെ പിരിയുകയുണ്ടായി.